ഗായ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു 2 കോഴിമുട്ട പുഴുങ്ങിയെടുക്കണം. അതിനുശേഷം നമ്മൾ അത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം ഏത് തരത്തിലുള്ള പീസ് വേണമെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും ഒരു സവോളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ ഇന്ന് നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാല ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പീസാക്കി വെച്ചിരിക്കുന്ന മുട്ട എടുത്തിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇടുക. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ എല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അത് വേണം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ചപ്പാത്തിയും കൂടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മുട്ടയൊക്കെ ഒരു വശം ഇങ്ങനെ വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് മറ്റു വശം കൂടി ഇങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് റോൾ ചെയ്യേണ്ട സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മളിതിങ്ങനെ നെടുകയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് റോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയൊരു ഫില്ലിംഗ് ആണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അതുപോലെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ മിക്സ് വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കഴിക്കുന്ന ഒരു വീഡിയോയും കൂടി കണ്ടാലോ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റോളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. കൊള്ളാം, സൂപ്പർ സാധനം.